എല്ലാവർക്കും നമസ്കാരം. ഹാപ്പിനെസ് ജോയിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലോക്ക്ഡൗൺ ആണ്, കടകളെല്ലാം അവധിയാണ്. നമ്മുടെ വീട്ടിൽ അപ്രതീക്ഷിതമായിട്ട് വെള്ളത്തിൻ്റെ പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ ആരും പേടിക്കണ്ട. ഈ ഓട്ട അടയ്ക്കുന്നത് ഉൾപ്പെടെ 3 പ്ലംബിങ്ങിൻ്റെ ടെക്നിക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓട്ട അടയ്ക്കാൻ പോവാം. നമ്മുടെ പൈപ്പിൽ ഇതേമാതിരി ഹോള് വീഴുമോ അല്ലെങ്കിൽ പൊട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നല്ലോണം ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതേമാതിരി ഒരു സാൻഡ് പേപ്പർ എടുത്തിട്ട് പൊന്തി നിൽക്കുന്ന എല്ലാ ഭാഗവും നല്ലോണം ഉരച്ച് ലെവലാക്കണം. പൊന്തി നിൽക്കാൻ പാടില്ല. അപ്പോൾ നല്ലോണം ക്ലീനാക്കി ഉരച്ച് സെറ്റാക്കുക. അതിന് ശേഷം ഒരു PVCൻ്റെ പൈപ്പിൻ്റെ കഷ്ണം എടുക്കുക. അത് ഇതേ പൈപ്പിൻ്റെ സൈസിലുള്ള കഷ്ണമായിരിക്കണം. ആ കഷ്ണത്തിൻ്റെ എല്ലാ സൈഡും 4 സൈഡിൻ്റെയും 2 വശങ്ങളും നല്ല വൃത്തിയായിട്ട് ഉരച്ച് ലെവൽ ചെയ്യണം. കാരണം പ്രൊജക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലീക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒട്ടും പ്രൊജക്ഷൻ പാടില്ല. നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ അതിൽ വല്ല അഴുക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം ക്ലീൻ ചെയ്യുക. ഇപ്പോൾ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ വെച്ച് നോക്കാം. അപ്പോൾ അത് നമുക്ക് വയ്ക്കുമ്പോൾ കറക്റ്റ് മാച്ചിങ് ആയിട്ടിരിക്കും. നല്ല വൃത്തിയായിട്ട് സെറ്റാവുന്നുണ്ട്. പിന്നെ ഇതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇതേമാതിരത്തെ പശ തയ്ക്കാം. ഇത് PVC ഒട്ടിക്കുന്ന പശയാണ്. ഇതിൻ്റെ പേര് സോൾവെൻറ്റ് സിമെൻ്റ് എന്നാണ്. അപ്പോൾ ഇത് നമ്മുടെ പൈപ്പിൽ ഒട്ടിക്കണം. അതുപോലെ തന്നെ ആ പൈപ്പിൻ്റെ പീസിലും നല്ല വൃത്തിയായിട്ട് ഒട്ടിക്കുക. അങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ആ പൈപ്പിൻ്റെ പീസ് ആ ഹോളുള്ള സ്ഥലത്തേക്ക് കറക്റ്റ് സെൻറ്റർ ആക്കിയിട്ട് നല്ലോണം ഒട്ടിച്ച് പ്രസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കേബിൾ ടൈയോ അല്ലെങ്കിൽ വല്ല നൂൽക്കമ്പിയോ അല്ലെങ്കിൽ കയറോ വെച്ചിട്ട് നല്ലോണം കെട്ടി ടൈറ്റ് ആക്കുക. അത് ഓട്ട ഉള്ളതിൻ്റെ അല്ലെങ്കിൽ പൊളിഞ്ഞിട്ടുള്ളതിൻ്റെ 2 സൈഡിലും കെട്ടോ അല്ലെങ്കിൽ കമ്പിയോ വരുന്ന രീതിയിൽ നല്ല ടൈറ്റായിട്ട് ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പശ ഉണങ്ങണേറ്റ് മുമ്പാണ് ഇത് ചെയ്യേണ്ടത്. പശ ഉണങ്ങണേറ്റ് മുമ്പ് നല്ലോണം പ്രസ് ചെയ്ത് ഇതേമാതിരി കെട്ടി സെറ്റ് ചെയ്ത് നിർത്തുക. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഉണങ്ങാനായിട്ട് വെക്കണം. ഇതിപ്പോൾ നല്ലോണം ഉണങ്ങി കഴിഞ്ഞപ്പോൾ വെള്ളം ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. വെള്ളം ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ എൽബോൻ്റെ മുകളിൽ വരെ വെള്ളം നിർത്തിയിട്ടുണ്ട്. നമ്മുടെ 2 സൈഡിലും വെള്ളം മുകളിൽ നിൽക്കണം നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഒട്ടിച്ചതിൻ്റെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ കാണാം ഒരു പൊട്ട് പോലും ലീക്കില്ല. പശ വെച്ച് ഒട്ടിച്ച് ഇതേപോലത്തെ PVC ഫിറ്റിങ്സ് ഏതെങ്കിലും കാരണവശാൽ നമുക്ക് കട്ട് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കളയാറാണ് പതിവ്. പക്ഷേ ഈ സാധനം നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. റീയൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ചെറിയ ഫിറ്റിങ്സ് ആണെന്നുണ്ടെങ്കിൽ എമർജൻസി കേസുകളിൽ മാത്രം, കടയില്ല, ലോക്ക്ഡൗൺ ആണ്, അങ്ങനെയുള്ള കേസുകളിൽ അല്ലെങ്കിൽ രാത്രിയാണ്, അങ്ങനെയുള്ള കേസുകളിൽ മാത്രം ഉപയോഗിക്കുക. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഈ സാധനത്തിന് വലിയ വിലയില്ല. കടയിൽ പോയി മേടിക്കണമെന്നുണ്ടെങ്കിൽ ഈ സാധനത്തിന് ഒരു 5 രൂപ തൊട്ട് 10 രൂപ വരെയുള്ള റേഞ്ചിൽ ഈ ഒരു 3/4 ഇഞ്ച് ഫിറ്റിങ്ങിനാവുള്ളൂ. വലിയ സൈസ് ഫിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യണതിൽ വർത്താണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഫിറ്റിംഗ് കട്ട് ചെയ്യണ സമയത്ത് പൈപ്പിൻ്റെ ചെറിയൊരു കഷ്ണം ആ സൈഡിൽ നിർത്തണം. അതായത് ഒരു മില്ലി എങ്കിലും കട്ട് ചെയ്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ ഇത് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത്തിരി സോൾവെൻറ്റ് സിമെൻറ്റ് തേക്കുക. അതായത് ഫിറ്റിങ്ങിൻ്റെ ഉള്ളിൽ പൈപ്പ് വരുന്ന ആ ഒരു പൈപ്പിൻ്റെ ഉള്ളിലായിട്ട് ഇത്തിരി സോൾവെൻറ്റ് സിമെൻറ്റ് ഇങ്ങനെ തേക്കുക. സോൾവെൻറ്റ് സിമെൻറ്റ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ഇത് വെച്ചിട്ട് ഹീറ്റ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തീ കത്തിച്ചത് നല്ലോണം ചൂടാവണം. അത് ഏകദേശം കത്തി തരണം. 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം ചിലപ്പോൾ സോൾവെൻറ്റ് സിമെൻറ്റ് തേക്കേണ്ടി വരും. അപ്പോൾ നല്ലോണം ചൂടാവണം. അതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ ഉള്ളിലത്തെ പൈപ്പ് നല്ലോണം ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫിറ്റിംഗ് തന്നെ വിട്ടുപോരും. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കത്തിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിന് പകരം നമുക്ക് പുറത്തുനിന്ന് തീ കൊടുത്താലും മതി. പക്ഷെ അത് ഫിറ്റിംഗ് മതി ആവാണ്ട് നോക്കുക. പൈപ്പ് മാത്രമായിട്ട് മാക്സിമം ചൂടാവണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് ഇതേമാതിരി നമുക്കൊരു സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ കുത്തി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സിമ്പിളായിട്ട് വിട്ടുപോരും. അപ്പോൾ വിട്ടു പോന്നു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്ലെയറോ വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം മൊത്തം നമുക്ക് പുറത്ത് ചാടിക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ട നല്ല വൃത്തിയായിട്ട് ക്ലീനായിട്ട് സാധനം പോകുന്നുണ്ട്. അതിൻ്റെ ഉള്ളൊരു പീസ് പോലും ഇരിക്കണില്ല. അപ്പോൾ ഇനി ഈ സാധനം നമുക്ക് രണ്ടാമത് ഉപയോഗിക്കാൻ പറ്റും. അടുത്ത് കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് പൈപ്പ് കട്ട് ചെയ്യണ ഒരു ടെക്നിക്കാണ്. ഇവിടെ ആക്സോ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇതേമാതിരി സൈക്കിളിൻ്റെ ഒരു ബ്രേക്ക് കേബിൾ വേണം. ഈ ബ്രേക്ക് കേബിളിൻ്റെ തല നമ്മൾ ഈ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് കടത്തുക.
ഇങ്ങനെ ഒന്ന് തിക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയതിന് ശേഷം നമുക്ക് ഈ ആക്സോ ബ്ലേഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ആ ഒരു തല ഇങ്ങോട്ട് പൊക്കിയെടുക്കണം. അപ്പോൾ അത് പൈപ്പിനെ ഫുള്ളായിട്ട് റൗണ്ട് ചെയ്യണ രീതിയിലാക്കാനാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് 2 തലയും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈപ്പ് കട്ടായി പോകും. അപ്പോൾ ഇതിപ്പോൾ നല്ല പൈപ്പാണ്, അതിപ്പോൾ കട്ട് ചെയ്യാൻ പറ്റില്ല, ഞാൻ വേറെയിൽ കാണിക്കാം. ഇപ്പോൾ നമ്മൾ കേബിളിൻ്റെ 2 അറ്റത്തും എന്തെങ്കിലും ഒരു പിടിപ്പിക്കണം, അതേമാതിരി കെട്ടിയിട്ടാൽ മതി. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സ്ക്രൂ കെട്ടിയിട്ടുണ്ട്, നമുക്കൊരു വടിയോ കമ്പിയോ എന്തായാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഇതേമാതിരത്തെ പൈപ്പിൻ്റെ നമുക്ക് പുറത്ത് കാണുന്ന സൈഡുണ്ടല്ലോ, അവിടെ ഒരു ചെറിയൊരു മാർക്ക് ഇടുക. ആ മാർക്ക് ഇടുന്നത് ഈ കേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോൾ സ്ലിപ്പ് ആവാണ്ടിരിക്കാനായിട്ടാണ്. അപ്പോൾ ആ മാർക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഈ കേബിള് ആ മാർക്കിലേക്ക് ഏകദേശം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം 2 സൈഡിലേക്കും വലിക്കുക. അപ്പോൾ അത് മാർക്കിലേക്ക് കറക്റ്റായിട്ട് ഇരിക്കണം. എന്നിട്ട് 2 സൈഡിലേക്കും നല്ല ശക്തിയായിട്ട് വലിച്ചു കഴിയുമ്പോൾ ഷടപടയെന്ന് പറഞ്ഞിട്ട് സാധനം കട്ടായി പോകും. അപ്പോൾ നമ്മുടെ ചാമ്പയ്ക്ക് 21 ദിവസം വൈനിടാനായിട്ട് വെച്ചത് ഇപ്പോൾ ഏകദേശം 21 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് ഏതാ പരുവെന്നുള്ളത് നോക്കാം, എന്നിട്ട് നമുക്കത് കുപ്പികളിലേക്ക് പകർത്താം. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട് പറഞ്ഞിട്ട് താതിരിപ്പൂ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൂടി ഇട്ടിട്ടുണ്ട്, അത് വീര്യം കൂടാനായിട്ട് ഇടുന്നത്. അപ്പോൾ ഇത് തുറന്നപ്പോഴേക്കും ഭയങ്കര മണമാണ്, നല്ല വീര്യമായിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം ഒരു നല്ല തുണിയിലേക്ക് ഒഴിച്ചതിന് ശേഷം അത് നല്ലോണം പിഴിഞ്ഞ് അരിച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളത് ബോട്ടിലേക്ക് നിറച്ച് ഫുള്ള് സെറ്റായി കഴിഞ്ഞപ്പോൾ 6 കിലോ ചാമ്പയ്ക്ക ഇട്ടത് ഏകദേശം 8 കുപ്പി വൈനായിട്ടുണ്ട്. സാധനം നല്ല ടേസ്റ്റ് ഉണ്ട്, അതിലൊരു ലേശം മധുരം കൂടുതലുണ്ട്. അത് ഇരിക്കുമ്പോൾ അതിൻ്റെ വീര്യം കൂടും, മധുരം കുറയും. കഷായം കുടിച്ചാ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് പറയുക. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് കാണാം. ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.